നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു മൂങ്ങനെയാണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു മൂങ്ങനെ ബേസിക് ഷേപ്പ് വരച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ഓർഡറിൽ എങ്ങനെയാണ് ബേസിക് ഷേപ്പിൽ നിന്ന് മൂങ്ങനെ വരച്ചെടുക്കുക എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമസ്കാരം. പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു ഡ്രോയിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു പെൻ ഡ്രോയിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു മൂങ്ങയുടെ ഡ്രോയിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ ഒരു മൂങ്ങിനെ എങ്ങനെയാണ് വരച്ച് കംപ്ലീറ്റ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരുമിച്ചിരുന്ന് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ വരയ്ക്കുന്നുണ്ടായിരിക്കുക അതിന്റെ ബേസിക് ആയിട്ടുള്ള ഷേപ്പാണ്. ബേസിക് ഷേപ്പ് വരച്ച ശേഷം പിന്നെ നമുക്ക് ഡീറ്റെയിൽ ചെയ്യാം. അപ്പോൾ ആദ്യം ഹെഡിന്റെ പോർഷൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഹെഡിന്റെ ഒരു ലൈൻ നമുക്ക് ഇതേപോലെ ഇവിടെ വരച്ചു കൊടുക്കാം. ഈ ഭാഗത്തായിട്ടാണ് ഹെഡ് വരുന്നത്. ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ആദ്യം താഴ്ഭാഗത്ത് ഇതേപോലെ ഒരു ലൈൻ വരച്ചു. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല കേട്ടോ, ചെറിയൊരു കർവ് ആയിട്ടുള്ള ഒരു ലൈനാണ്. ഇനി അതിന്റെ ഹെഡിന്റെ പോർഷൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് അതിന്റെ ഹെഡ് വരുന്നത്. ഒരു ഹാഫ് സർക്കിളിന്റെ ഷേപ്പ് പോലെയാണ് വരുന്നത് കേട്ടോ. നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ചെറുതാക്കി വരയ്ക്കാനായിട്ട് പാടില്ല, കുറച്ചൊന്ന് വലുതാക്കി വരയ്ക്കുക കേട്ടോ. അപ്പൊ കുറച്ചൊന്ന് വലുതാക്കി വരച്ചാലാണ് പിന്നെ നമുക്ക് അതിന്റെ ഉള്ളിലുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഒരുപാട് ചെറുതായിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉള്ളിലെ ഡീറ്റെയിലിംഗ് വർക്കൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. സോ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കുറച്ചൊന്ന് വലുതാക്കി വരയ്ക്കുക. ഞാൻ ഈ ഒരു പേപ്പറിലായി ഹെഡിന്റെ പോർഷൻ മാത്രം ഇത്രയും വലുതാക്കി വരച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഔട്ട്ലൈൻ ഒന്ന് വലുതാക്കി വരയ്ക്കാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഇതിന്റെ ഹെഡിന്റെ ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ വരുന്നത്. ഇനി നമുക്ക് ബോഡിയുടെ പോർഷൻ വരയ്ക്കാം. ബോഡിയുടെ പോർഷൻ കണ്ടോ, ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് വരുന്നത്. ഒരു പക്ഷിയാണല്ലോ, കുറച്ച് ചിറകൊക്കെയുള്ള ഒരു പക്ഷിയാണല്ലോ നമ്മുടെ മൂങ്ങ. അപ്പൊ ആ ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ബ്രാഞ്ചും വരുന്നുണ്ട്. ഓക്കെ, ആദ്യം നമുക്കിനി എന്ത് ചെയ്യാം, ഹെഡിന്റെ പോർഷൻ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി ബാക്കി ഡീറ്റെയിലിംഗ് കൊടുക്കാം. അപ്പൊ ഇത്രയാണ് എന്ത് വരുന്നത്, ഇതിന്റെ ബേസിക് ഷേപ്പ് വരുന്നത്. ഇനി ഹെഡിന്റെ പോർഷൻ നമുക്ക് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഹെഡിന്റെ പോർഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ അതിന്റെ കൊക്കാണ് വരയ്ക്കുന്നത്. അപ്പൊ കൊക്കാണ് ഏറ്റവും സെൻട്രൽ ആയിട്ട് വരുന്നത്. അപ്പൊ അത് വരച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് വരയ്ക്കാൻ കുറച്ചൊന്ന് ഈസി ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് കൊക്കിന്റെ പോർഷൻ വരച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കൊക്കിന്റെ പോർഷൻ വരയ്ക്കാം. ഇങ്ങനത്തെ ഒരു ഷേപ്പാണ്, കൊക്കിന്റെ ഒരു ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു വലിയ കണ്ണിന്റെ പോർഷൻ വരയ്ക്കുന്നുണ്ട്. ഇത് കണ്ണല്ല കേട്ടോ, കണ്ണിന്റെ ചുറ്റുമുള്ള ഒരു സർക്കിളിന്റെ ഷേപ്പ് ഉണ്ട്. ഇവിടെ ആയിട്ട് ഇനി 2 സർക്കിൾ നമുക്ക് വരയ്ക്കണം. നീറ്റായിട്ടുള്ള 2 സർക്കിൾ. മാക്സിമം നീറ്റായിട്ട് വരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഓക്കെ, 2 ഷേപ്പ് നമ്മൾ വരച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് നിൽക്കുന്നത്, ഈ ഒരു സൈഡിലോട്ട് കുറച്ചൊന്ന് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫേസ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ കുറച്ച് സ്പേസ് കൂടുതലും ഇവിടെ കുറച്ച് കുറവായിട്ട് വന്നത്. ഈ ഒരു സർക്കിൾ കുറച്ച് ഞാനൊന്ന് വലുതാക്കിയും വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സർക്കിളിന്റെ ഉള്ളിലാണ് കണ്ണ് വരയ്ക്കേണ്ടത്. കറക്റ്റ് സെൻട്രലായിട്ട് ഇവിടെ ആയിട്ട് കണ്ണിന്റെ പോർഷൻ വരയ്ക്കാം. അപ്പൊ ആദ്യം കണ്ണ് വരയ്ക്കാനായിട്ട് ഒരു വലിയ സർക്കിൾ അതിൻ്റെ ഉള്ളിൽ വരയ്ക്കാം. ഒരു കറക്റ്റ് സർക്കിൾ വരച്ചാൽ മതി കേട്ടോ. കണ്ണൊക്കെ വരയ്ക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വരയ്ക്കണം. ഇതൊരു കാർട്ടൂണിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വലുതായിട്ടാണ് കണ്ണ് വരയ്ക്കുന്നത്. നമ്മൾ കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ജീവികളിനെ വരയ്ക്കുന്ന സമയത്ത് കണ്ണൊക്കെ കുറച്ചിങ്ങനെ വലുതാക്കിയൊക്കെ വരച്ചു കഴിഞ്ഞാൽ കാണാൻ നല്ല ക്യൂട്ടായിരിക്കും. ഒരു കാർട്ടൂണ് ഫീല് നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് പറ്റും. കണ്ടോ, അപ്പൊ ഇത് വരയ്ക്കുന്ന സമയത്ത് രണ്ടും ഒരേ അളവിൽ തന്നെ കണ്ണ് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു സർക്കിളും കൂടി വരയ്ക്കണം. അതൊരു വലിയ സർക്കിൾ വരച്ചു, അതിന്റെ ഉള്ളിൽ ഒരു സർക്കിളും കൂടി വരയ്ക്കും. ഉണ്ടോ, എന്നിട്ട് അതിന്റെ ഉള്ളിൽ 2 ഹൈലൈറ്റ് വരയ്ക്കണം, 2 കുഞ്ഞു സർക്കിൾ. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ണിന്റെ ഉള്ളിൽ ലൈറ്റ് അടിക്കുന്ന വൈറ്റ് പോർഷൻ, അതാണ് കേട്ടോ 2 കുഞ്ഞു സർക്കിൾ. ഇവിടെ നമുക്ക് ഇതേപോലെ ചെയ്യാം. ഇവിടെ ആദ്യം നമുക്ക് വലിയ സർക്കിൾ വരയ്ക്കാം. രണ്ട് കുഞ്ഞു സർക്കിൾ. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു ഷേപ്പ് ഡിഫറൻസ് ഉണ്ട്.
ഇത്രയാണ് വരുന്നത്. ഇനി ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ട്, കണ്ണിന്റെ പുരുകുണ്ട്, അത് കുറച്ചിങ്ങനെ നീളത്തിൽ പുറത്തോട്ടാണ് നിൽക്കുന്നത്. അത് നമുക്ക് അതേപോലെ വരയ്ക്കാം. നല്ലൊരു ഷേപ്പിൽ വരയ്ക്കാം കേട്ടോ. അത് ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ലൈനിലോട് ഇങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അത് അങ്ങനെ തന്നെ വരയ്ക്കാം. കണ്ടോ, ഈ ഒരു ഷേപ്പാണ് വരുന്നത്. ഈ സൈഡിൽ നമുക്ക് അതേപോലെ തന്നെ വരച്ചു കൊടുക്കാം. ഇതേപോലെ വരച്ചിട്ടുണ്ട്. ഹെഡിന്റെ ഷേപ്പ് നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം വരച്ച ഷേപ്പ് തന്നെയാണ്. ഇവിടുത്തെ ഷേപ്പ് കുറച്ചിങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കാം കേട്ടോ. ഹെഡിന്റെ കണ്ടോ, ഒരു റൗണ്ട് ഷേപ്പ് കുറച്ചൊന്ന് റൗണ്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നമുക്കൊന്ന് ഷേപ്പ് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്നറിയോ, ഇവിടുത്തെ ഒരു ബ്രാഞ്ചിന്റെ ലൈൻ വരയ്ക്കാം. ബ്രാഞ്ച് വരച്ചു കഴിഞ്ഞാൽ ബാക്കി ബോഡി വരയ്ക്കാൻ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. ഒരു ബ്രാഞ്ചിന്റെ ലൈൻ ഇതിൽ കൂടെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബ്രാഞ്ച് വരുന്നത്. ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബോഡിയുടെ പോർഷൻ വരയ്ക്കാം. ഇവിടെ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഉണ്ട്. ഷേപ്പ് ഉണ്ട്. ഇവിടുന്ന് കുറച്ചിങ്ങനെ പുറത്തോട്ട് ബഡ്ജ് ചെയ്തിട്ട് ഉണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ബോഡി ഇങ്ങനെ പുറത്തോട്ട് കുറച്ചൊന്ന് പുറത്തോട്ട് നിന്നിട്ട് ഇങ്ങനെ. ഓക്കെ, പിന്നെ അതിന്റെ പുറത്തുകൂടെയാണ് ചിറക് വരുന്നത് കേട്ടോ. ഉണ്ടോ, ചിറകിന്റെ പോർഷൻ വരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു ലൈൻ മാറ്റിയിട്ട് കുറച്ചും കൂടി ഇങ്ങനെ, ഒരു വലിയ ചിറകല്ലേ നമ്മുടെ മൂങ്ങയ്ക്കുള്ളത്, അപ്പൊ അതിന്റെ ചിറകിന്റെ പോർഷൻ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ കറുവായിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഉണ്ടോ, ഞാൻ വരച്ചിട്ടുണ്ട്. ആദ്യം വരച്ച ലൈനൊക്കെ റബ്ബ് ചെയ്തിട്ട് അതിന് നമുക്ക് പുറത്തോട്ട് ഇതേപോലെ നല്ല വലുതാക്കിയിട്ട് കറുവായിട്ട് നമ്മൾ വരച്ചെടുക്കാം. ഇനി ഇവിടുത്തെ ചിറകിന്റെ പോർഷൻ വരയ്ക്കാം. പിന്നെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടുത്തെ ലൈൻ വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ ഓവലാക്കി താഴത്തോടെ വരയ്ക്കാം കേട്ടോ. ഓവൽ ഷേപ്പാണ് അതിന്. അത്രയും വരച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കാലുണ്ട്. കാല് വരുന്നത്, കാല് വരയ്ക്കാം. കാലിന് നഖം വരയ്ക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. ഇവിടെ ആദ്യം ഒരു ലൈൻ ഇങ്ങനെ കണ്ടോ, ഉണ്ടോ, 3 കാലിലെ നഖങ്ങൾ വരയ്ക്കാം. ഇവിടെ അതേപോലെ. ഇനി താഴത്തെ ബ്രാഞ്ച് നമുക്ക് ഇവിടെ എത്ര ബ്രാഞ്ചസ് വേണമെങ്കിലും ആഡ് ഓൺ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. ബ്രാഞ്ചിന്റെ ഷേപ്പ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ നമുക്ക് വരയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബ്രാഞ്ചൊക്കെ വരയ്ക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഉണ്ടോ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുക.
ഇങ്ങനെയൊക്കെ നമുക്ക് ബ്രാഞ്ച് വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇത്രയും വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലാക്ക് പെൻ എടുത്തിട്ട് ഇതിന് ഔട്ട്ലൈൻ വരച്ചെടുക്കാം കേട്ടോ. ഇനി ഞാനൊരു ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ടാണ് പോകുന്നത്. അപ്പൊ ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത് കുറേ തൂവലുണ്ടല്ലോ ഇതിന്റെ മുകളിലായിട്ട്. ഔട്ട്ലൈൻ ജസ്റ്റ് ഇങ്ങനെ തൂവലിന്റെ ഷേപ്പിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, ഇങ്ങനെയാണ് ഔട്ട്ലൈൻ വരയ്ക്കുന്നത്, ഇങ്ങനെ കർവ് കർവായിട്ട് കേട്ടോ. അപ്പൊ കുറെ തൂവലുള്ള ബോഡി പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു കണ്ണിന്റെ ഷേപ്പ് നമ്മൾ അതേപോലെ തന്നെയാണ് വരയ്ക്കുന്നത്. ഇനി കണ്ണിന്റെ ഷേപ്പ് വരയ്ക്കാം, ശ്രദ്ധിച്ച് വരയ്ക്കാം, കറക്റ്റ് ഒരു സർക്കിള്. മേലത്തെ ആ ഒരു ഷേപ്പ് വരയ്ക്കാം, പൂരികത്തിന്റെ ഷേപ്പ്. ഇങ്ങനെയാണുള്ളത്. ബോഡിയുടെ ഷേപ്പ് നമ്മൾ അങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കുറേ തൂവലുള്ളത് പോലെയാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. കുറച്ച് തൂവലുകൾ ഇങ്ങനെ കൂടി ചേർന്ന് നിൽക്കുന്നത് പോലെയാണ് വരയ്ക്കുന്നത്. ഇവിടെ ഇങ്ങനെ കുറേ തൂവലുണ്ട്. തൂവലിന്റെ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടി ഭയങ്കര സിമ്പിളാണ്. ഇങ്ങനെ വരച്ചെടുത്താൽ മതി. മുകളിലോട്ട് പോകുമ്പോൾ അത് ചെറുതായിട്ട് വരയ്ക്കും. ഇത്രയാണ്. ഇവിടെ കുറച്ച് തൂവൽ ഇങ്ങനെ ചിറ കാണില്ല, ചിറയിൽ ഇങ്ങനെ കുറേ തൂവലുള്ളത് പോലെ വരയ്ക്കാം നമുക്ക്. കാലിലെ നഖത്തിന്റെ പോർഷൻ. ഇതിനെ വരച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ താഴത്ത് ഒരു തൂവലും കൂടി വരയ്ക്കാനുണ്ട്. ഇതിന്റെ ബാക്കി പോർഷൻ കുറച്ച് താഴോട്ട് ഉണ്ടായിരിക്കും, അത് നമുക്ക് വരയ്ക്കാം. ഇവിടെ ആയിട്ടാണ് വരിക.
ഇത്രയും പോർഷൻ വരച്ചിട്ടുണ്ട്. ഇനി കൊക്കിന്റെ പോർഷൻ വരയ്ക്കണം. അത് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ഇതിലൊക്കെ കുറേ ലീവ്സ് വരച്ചു കൊടുക്കാം. ഇഷ്ടമുള്ളവർക്ക് ബ്രാഞ്ചസും ലീവ്സ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. അത് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ പെൻ യൂസ് ചെയ്തിട്ട് ഇവിടുത്തെ കുറേ ടെക്സ്റ്റേഴ്സ് വരച്ചു കൊടുക്കാം. കുറേ തൂലുണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അങ്ങനെ ഒരു ഓവൽ ഷേപ്പ് മാത്രമാണ് ബോഡിയിൽ വരയ്ക്കുന്നത്, അതിൻ്റെ തൂവൽ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളാണ്. അതുപോലെ കുറച്ച് തൂവൽ വരച്ച് കഴിഞ്ഞാൽ ബോഡിയുടെ ഷേപ്പ് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഉള്ളിൽ താഴോട്ട് വരയ്ക്കുമ്പോൾ കുറച്ച് ചെറുതായിട്ട് വരും. ഇനി നമുക്കിതിൻ്റെ മരത്തിൻ്റെ ടെക്സ്ചറുകളൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കുറച്ച് സർക്കിൾ ഷേപ്പ് പോലെയും പിന്നെ കുറച്ചിങ്ങനെ ലൈൻസും. നമ്മൾ ആദ്യം വരച്ച പെൻസിലും കൊണ്ടുള്ള ഇതൊക്കെ ഒന്ന് റബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു മൂങ്ങിയുടെ ഡ്രോയിങ് ഏറ്റവും ബേസിക് ഷേപ്പ് വരച്ചിട്ട് ബേസിക് മുതൽ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്നതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് ലേണിംഗ് ഉണ്ടാവുക. സോ മസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.